മോർണിംഗ്. അപ്പം ഇന്ന് എനിക്കൊരു മാരേജ് ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഞാൻ രാവിലെ മേലൊക്കെ കഴുകി തലയൊന്നും കുളിക്കാൻ നിന്നില്ല. കാരണം ഷാമ്പൂ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് ഇറങ്ങുന്നത് ഞാനായിരിക്കും. അതുകൊണ്ട് തലേനെ ഞാൻ ഷാമ്പൂ വാഷ് ചെയ്ത് മുടിയൊക്കെ സെറ്റ് ചെയ്തിട്ടു. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ആദ്യം മുടിയൊക്കെ ഒന്ന് വലിച്ചു വാരി മേളിൽ കെട്ടട്ടെ, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. മുടി അയച്ചിട്ട് എനിക്ക് ഫേസിലൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് എന്തൊക്കെയോ ഭയങ്കര ഒരു ഇറിറ്റേഷനും കാര്യങ്ങളും ഒക്കെ തോന്നും. സോ ആദ്യം തന്നെ ഇപ്പോൾ മുടി വെട്ടിയതുകൊണ്ട് ഇച്ചിരി പാടാണ് ഇങ്ങനെ കെട്ടി വെക്കാൻ. എന്നാലും ഒരു ക്ലിപ്പൊക്കെ ഇട്ട് ഞാൻ സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ലെൻസ്. കണ്ണാടി വയ്ക്കുന്ന എല്ലാവർക്കും ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. നമ്മൾ എന്ത് മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പും ആദ്യം കണ്ണാടി ലെൻസ് വെച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള എന്തൊക്കെ പ്രൊഡക്ട്സ് ഉണ്ടോ അതെല്ലാം നമ്മുടെ കണ്ണിൽ പോയി നീറും. അതുകൊണ്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്നെ സംബന്ധിച്ച് ലെൻസ് ഒന്ന് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഞാൻ കുറച്ച് ലിപ് ബാം ഇട്ട് കൊടുക്കും. അപ്പോഴത്തേക്കും നമ്മൾ ലാസ്റ്റ് ലിപ്സ്റ്റിക് ഇടുന്ന സമയമാകുമ്പം ലിപ്പ് നല്ല സോഫ്റ്റ് ആൻഡ് പ്ലംപി ആയിട്ടിരിക്കും. നെക്സ്റ്റ് മൈ ഫേവറേറ്റ് ടോണർ. ജോവീസിൻ്റെ എല്ലാ ടോണേഴ്സും എനിക്കിഷ്ടമാണ് കേട്ടോ. ഇത് ഹണിയാണ്. പിന്നെ റോസ് വാട്ടറിൻ്റെ കുറച്ചുകൂടെ ഒരു ഡിവൈൻ സ്മെല്ലൊക്കെ ഉള്ളതുകൊണ്ട് അതാണ് എൻ്റെ ഫേവറേറ്റ്. എന്നാലും ഞാനിങ്ങനെ മാറി മാറി യൂസ് ചെയ്യും. അതിനുശേഷം ഞാനൊരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഗുഡ് വൈബ്സിൻ്റെ വാട്ടർമെലൺ ജെല്ലാണ്. ഇത് വാട്ടർ ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ എനിക്ക് കുരുവൊന്നും വരത്തില്ല. സാധാരണ ഓയിൽ ബേസ്ഡൊക്കെ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് പെട്ടെന്ന് ആക്നെ വരുന്നൊരു സ്കിന്നാണ്. ഇത് അത്യാവശ്യം നല്ല മോയ്സ്ചറൈസറും ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കാനും ഒരു ചെറിയ ഗ്ലോ ഒക്കെ തരും കേട്ടോ. നമ്മൾ ഫൗണ്ടേഷനൊന്നും ഇട്ടില്ലെങ്കിൽ നമ്മുടെ സ്കിൻ ഫ്ലോലെസ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്യും ഇത്. പിന്നെ ഞാൻ എന്താ ഈ മാമാത്തിൻ്റെ റൈസ് വാട്ടർ ഡ്യൂയി സൺസ്ക്രീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് അത്യാവശ്യം നല്ലൊരു പ്രൊട്ടക്ഷൻ തരുന്നൊരു സൺസ്ക്രീൻ. ഞാനിത് ഫേസിലും നെക്കിലും ഒക്കെ ഇതാണ് ഇടുന്നത്. പിന്നെ കയ്യിലും കാലിലും ഒക്കെ മാമാത്തിൻ്റെ തന്നെ ഒരു ട്യൂബിൽ കുറച്ച് വരത്തില്ലേ, ബീട്രൂട്ടിൻ്റെ അങ്ങനത്തെയൊക്കെ, അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ വൈറ്റ് കാസ്റ്റ് നോക്കണ്ട, ഇത് പെട്ടെന്ന് തന്നെ മാറും കേട്ടോ. ഇടുമ്പോൾ ഉള്ളൊരു ചെറിയൊരു വൈറ്റ് കാസ്റ്റേ ഉള്ളൂ, പക്ഷേ അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ അത് സ്കിന്നിലേക്ക് അബ്സോർബ്ഡ് ആവും. അപ്പോൾ ഇതൊന്ന് സെറ്റ് ചെയ്ത് വരുന്ന സമയം നമുക്ക് ഹെയർ ആക്സസറി ഒന്ന് പ്ലഗ് ചെയ്ത് വെക്കാം. അപ്പം നമ്മളെല്ലാം ചെയ്ത് വരുമ്പോൾ ഇത് കറക്റ്റ് ഹീറ്റായിരിക്കും. ഇത് അഗാറോടെ 4-in-1 ഹെയർ സ്ട്രെയിറ്റ്നറാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരൊറ്റ ഇതിൽ 4 ഫങ്ഷൻസ് ഉണ്ട്. ഇത് നമുക്ക് ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആണ് കേട്ടോ. ട്രാവൽ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഓരോ ഫംഗ്ഷൻസിനുള്ള പ്രോഡക്ട്സും ഓരോന്നായിട്ട് എടുത്ത് വെക്കുന്നതിലും ഈ ഒരൊറ്റ പ്രോഡക്റ്റ് നമുക്ക് കൊണ്ടുപോയാൽ മതി. ഇത് 4-in-1 ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് നമുക്ക് വേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ക്രിമ്പിംഗ് പ്ലേറ്റ് ഉണ്ട്, സ്ട്രെയിറ്റനിങ് പ്ലേറ്റ് ഉണ്ട്, അതുപോലെ കേൾ ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. കേൾ ചെയ്യാനായിട്ട് ഇതാ ഈ ഒരു ബട്ടൺ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രെയിറ്റനിങ് പ്ലേറ്റും കേളിംഗ് പ്ലേറ്റും മാറി മാറി വരും. അതുപോലെ ഇത് കെരാറ്റിൻ ഇൻഫ്യൂസ് സെറാമിക് കോട്ടഡ് ആയതുകൊണ്ട് തന്നെ ഹെയർ നല്ല സിൽക്കി സ്മൂത്ത് ആയിട്ട് കിടക്കും. ടെമ്പറേച്ചർ നമുക്ക് 200 ഡിഗ്രി വരെ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ സ്റ്റൈലിംഗ് സെറ്റിങ്സ് ബട്ടൺ ഉണ്ട്, ഹാങ്ങിങ് ലൂപ്പ് ഉണ്ട്, 360 ഡിഗ്രി സ്യുവൽ കോഡുമാണ്. പവർ കൺസപ്ഷൻ ഏകദേശം 220 മുതൽ 240 വാട്ട്സേ വരുന്നുള്ളൂ. പിന്നെ 2 വർഷം വാറണ്ടി ഉണ്ട്. നല്ലോണം ഹീറ്റ് ആകുമ്പോൾ നമ്മുടെ കൈ പൊള്ളാതിരിക്കാൻ ഈ ഒരു പ്രൊട്ടക്ഷൻ ബാൻഡും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഹീറ്റ് ആവട്ടെ. അത്യാവശ്യം നന്നായിട്ട് നമ്മുടെ ഹെയറിൽ ഇത് വർക്ക് ആകും കേട്ടോ. ഞാൻ ഇന്നൊരു ചെറിയൊരു വേവിങ് ഇഫക്റ്റാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചത്. അത്യാവശ്യം നന്നായിട്ട് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് കിടക്കുകയും ചെയ്തതാണ്. നല്ല ഭംഗിയായിട്ട് കിടക്കും. നെക്സ്റ്റ് നമുക്കൊന്ന് കേൾ ചെയ്യുന്നത് നോക്കാം. ഞാനിത് എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. എൻ്റെ ഹെയറിൽ കുറച്ച് ഓയിലുണ്ട്, പക്ഷേ എന്നിട്ടും ഇറ്റ് റിയലി വർക്ക്ഡ്. ഇതാ നമുക്കൊന്ന് സ്ട്രെയിറ്റ് ചെയ്ത് നോക്കാം. ലെഫ്റ്റ് സൈഡിൽ ഞാൻ കുറച്ച് സ്ട്രെയിറ്റ് ചെയ്തു. ഇനി നമുക്ക് ഈ സൈഡ് ചെയ്യാം. എൻ്റെ നരച്ച മുടി നിങ്ങൾ നോക്കണ്ട കേട്ടോ. ഒറ്റ സ്ട്രോക്കിൽ തന്നെ അത്യാവശ്യം നന്നായിട്ട് സ്ട്രെയിറ്റ് ചെയ്ത് കിട്ടും. അടിപൊളി. ഇത് ലാസ്റ്റ് വൺ ക്രിമ്പിങ്. ഈ ക്രിമ്പിങ് ഭയങ്കര സാറ്റിസ്ഫൈങ് പ്രോസസ്സാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഒരു എന്തോ മൈൻഡ് ഭയങ്കര ഹാപ്പിനെസ് ആണ് ഇങ്ങനെ ക്രിമ്പ് ചെയ്ത് വരുന്നത് കാണുമ്പോൾ. എനിക്ക് മാത്രമേ ഉള്ളൂ എന്ന് എനിക്കറിയില്ല. എണ്ണ ഉണ്ടായിട്ടാണ് കേട്ടോ ഇത്ര പെർഫെക്ഷൻ. അപ്പോൾ നമ്മൾ നല്ലോണം ഷാമ്പൂ ഒക്കെ ഇട്ടിട്ട്
ചെയ്യുകയാണെങ്കിൽ 1300 രൂപയ്ക്ക് ഇത് പോകത്തല്ലേ. അപ്പോൾ അതൊന്ന് അവിടെ ഇരുന്ന് ചൂടൊക്കെ ആയിട്ട് വരട്ടെ. അപ്പം നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. ഇത് ഗാർണിയറിൻ്റെ ഒരു ക്രീമാണ്, കംപ്ലീറ്റ് ബ്രൈറ്റോ അങ്ങനെ എന്തോ ഒരു പറയുന്നത്. ഇത് ഞാൻ കൊച്ചിലെ, അതായത് ഞാൻ എന്തോ 10th പഠിക്കുമ്പം ഈ ഒരു സാധനം യൂസ് ചെയ്തിട്ടുണ്ട്, ഒരു ചേച്ചിയുടെ കല്യാണത്തിന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ കുറേ നാൾക്ക് ശേഷം ഈ ഇടയ്ക്കാണ് പിന്നെ ഇത് വാങ്ങിക്കുന്നത്. ഡെയിലി ഇടാൻ പറ്റുന്ന ഒരു ക്രീമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അത്യാവശ്യം SPF ഒക്കെ ഇവർ എഴുതിയിട്ടുണ്ട്, നല്ലൊരു മോയ്സ്ചറൈസറും ആണ്. പക്ഷേ ഗാർണിയറിനെ പറ്റി പൊതുവേ കുറച്ച് കെമിക്കൽസ് കൂടുതലാണ് എന്നൊരു കിംവദന്തി ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് അതിനെപ്പറ്റി അതുകൊണ്ട് അറിഞ്ഞുകൂടാ. ഞാനിത് ഫങ്ഷൻസിന് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ഡെയിലി വെയർ ആയിട്ട് സ്കിന്നിന് ഇടാൻ പറ്റുമോ എന്നുള്ള കേസ് എനിക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് ഞാനത് പറയുന്നില്ല, അത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുമില്ല. പക്ഷേ ഫങ്ഷൻസിന് ഇടാൻ നല്ലതാണ്. നമ്മുടെ സ്കിൻ ഭയങ്കര ബ്രൈറ്റായിട്ട് ഫീൽ ചെയ്യും, ഭയങ്കര നാച്ചുറലി ബ്രൈറ്റായിട്ട് ഫീൽ ചെയ്യും. നല്ലൊരു ഒരു ഗ്ലാസ് സ്കിൻ ലൈക്ക് ഓയിലി അങ്ങനൊരു ലുക്ക് കിട്ടും. അതുകൊണ്ട് എനിക്ക് ഫങ്ഷൻസിന് ഞാൻ ഫൗണ്ടേഷനൊന്നും ഇടാത്ത ദിവസങ്ങളിൽ ഞാനിത് ട്രൈ ചെയ്യാറുണ്ട്. അയ്യോ, കുറച്ച് ഹെയർ കണ്ടു, അപ്പോൾ നമുക്കതൊന്ന് കളയാം. ആക്ച്വലി ഇത് ആദ്യമേ ചെയ്യേണ്ടതാണ്, പക്ഷെ ഞാൻ ഇപ്പോഴാണ് അത് ശ്രദ്ധിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റായി. ഇനി നമുക്ക് ഒരു പൗഡർ ഇട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് ഐബയുടെ ഒരു കോമ്പാക്റ്റ് പൗഡറാണ്. ലൈറ്റായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ ഈ പൗഡർ ഇട്ടാലും ഒരു 6 അരമണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്ന് അതിനോട് സെറ്റായി ഒരു ഗ്ലോ കിട്ടും. എനിക്ക് പൊതുവേ മാറ്റ് ലുക്കിനെക്കാട്ടിൽ ഒരു ചെറിയ ഗ്ലോ ഫിനിഷാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഓക്കെ, ഇനി നമുക്ക് പിരികം ഒന്ന് ചെറുതായിട്ടൊന്ന് വരച്ചു കൊടുക്കാം. ഞാൻ എപ്പോഴും ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ ഇടുന്നത്. പിന്നെ ഒരുപാട് അങ്ങനെ വരയ്ക്കാറില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാറേ ഉള്ളൂ. എന്നിട്ട് ഇതിൻ്റെ ക്യാപ്പിൽ ഒരു ബ്രഷുണ്ട്, അത് വെച്ചിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലൊരു നാച്ചുറൽ ലുക്ക് കിട്ടും. ഇതാ ഈ സാധനം. ഓക്കെ, ആക്ച്വലി ഇത് നൈക്കയുടെ ചായ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡുള്ളൊരു ലിപ്സ്റ്റിക്കാണ്. ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്, ലൈറ്റ് വെയ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ എനിക്കിതെൻ്റെ ലിപ്സിൽ ഇടുന്നതിനോട് വലിയ താല്പര്യമില്ല, പക്ഷെ നല്ല ഭംഗിയാണ്. പക്ഷേ എനിക്ക് പൊതുവേ ബ്രൗൺ കളർ എനിക്ക് ചേരാത്ത പോലെ തോന്നും. അതുകൊണ്ട് ഞാനിത് ഐ ഷാഡോ ആയിട്ട് ഇപ്പോൾ യൂസ് ചെയ്യും. പക്ഷെ നല്ല ഭംഗിയാണ്, ഐ ഷാഡോ ആയിട്ട് ഇടുമ്പോൾ ഒരു നാച്ചുറൽ ലുക്ക് കിട്ടും. എന്നാൽ നല്ലൊരു എന്തോ ഒരു ഭംഗിയാണ് കേട്ടോ ബ്രൗൺ ഐ ഷാഡോ യൂസ് ചെയ്യുമ്പോൾ. ഓക്കെ, അത് കഴിഞ്ഞ് കണ്ണൊന്നും ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. കണ്ണ് എഴുതുന്നത് എനിക്കൊരു വലിയ ടാസ്ക്കാണ്. ഞാൻ താഴെ എഴുതി കൊടുക്കുന്നില്ല, ജസ്റ്റ് ഒരു വിങ്സ് എഴുതിയിട്ട് മസ്കാര ചെയ്ത് താഴെ മസ്കാര ചെയ്ത് കൊടുക്കും. അപ്പം നമുക്കൊരു കണ്ണ് കുറച്ച് വലുതായിട്ട് ഫീൽ ചെയ്യും. വൈറ്റ് ഐലൈനർ ഉണ്ടെങ്കിൽ നമുക്ക് വാട്ടർ ലൈനിൽ എഴുതി കൊടുത്താൽ കുറച്ചും കൂടെ ഭംഗിയാവും. പക്ഷേ എൻ്റെ ഇപ്പോൾ വൈറ്റ് ഐലൈനർ ഇല്ല, വൈറ്റ് കാജൽ. ചെറുതായിട്ടൊന്ന് ലിപ്പ് ലൈനർ ഞാൻ വളരെ ന്യൂഡായിട്ടുള്ളൊരു കളറാണ് കേട്ടോ യൂസ് ചെയ്യുക. ലിപ്സ്റ്റിക്ക് മേബിലൈൻ്റെ ഒരു ഓറഞ്ച് ഷെയ്ഡാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു എവർഗ്രീൻ ലിപ്സ്റ്റിക്കാണ്. കുറേ നാളായിട്ട് ഞാൻ ഇത് നമ്മൾ ഒരു മേക്കപ്പും ചെയ്തില്ലെങ്കിലും ഒന്ന് ടോൺ ചെയ്തിട്ട് ഈ ഒരു ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുത്താൽ നമ്മൾ ഭയങ്കര ബ്രൈറ്റായിട്ട് തോന്നും. ഒരു മീഡിയം ടു ഫെയർ സ്കിന്നുകാർക്ക് ഈ ഒരു ലിപ്സ്റ്റിക്ക് അടിപൊളിയായിരിക്കും. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഈ ഔട്ട്ഫിറ്റ് മുദ്രാബൈ മെറിയാന്ന് ഞാൻ വാങ്ങിയതാണ്. ഒരു ചൈനീസ് കോളറാണ്, ഫുൾ ബീഡ് വർക്കും ത്രെഡ് വർക്കുമാണ് ഇത് ചെയ്തേക്കുന്നത്. ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട് ടോപ്പ് മുഴുവൻ. ഇതാണ് ഓർഗൻസാണ് ഈ ഷോൾ വരുന്നത്. അതേ മെറ്റീരിയൽ തന്നെ ഒരു പാൻറ്റും ഉണ്ട്. ഞാൻ ഇതിൻ്റെ കൂടെ ഈ ഒരു കമ്മൽ പെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ വളയായിട്ടൊന്നും ഇടുന്നില്ല, ചെറിയൊരു ബ്രേസ്ലെറ്റ് മാത്രം. ഇതെല്ലാം ഇൻസ്റ്റഗ്രാമിലെ ഡോട്ട്സ് എന്ന് പറയുന്ന ഒരു പേജിൽ നിന്ന് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഔട്ട്ഫിറ്റൊക്കെ ഇട്ട് റെഡിയായി. ഇനിയാണ് നമ്മുടെ ഹെയറിലെ പണി തുടങ്ങുന്നത്. തുടങ്ങാം. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് പ്രതിസന്ധികൾ ഞാൻ നേരിടുന്ന ഒരാളാണ്. അതിൽ വൺ ഓഫ് ദി പ്രതിസന്ധി ഈ ഹെയറാണ് കേട്ടോ. എനിക്ക് ഒരു വിധത്തിലും ഒരു ഹെയർ സ്റ്റൈലും ചെയ്യാൻ അറിയത്തില്ല. പിന്നെ ഞാനിത് രണ്ടും കൽപ്പിച്ച് ഞാനിത് വേവ് ചെയ്തിട്ടേ പോകുള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. ലെറ്റ്സ് സീ.
അടിപൊളിയായിട്ട് ഞാൻ വേവ് ചെയ്ത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഭയങ്കര നാച്ചുറലി കേളായി കിടക്കുന്നത് പോലെ. എനിക്കൊന്ന് കേളിങ്ങിനെക്കാട്ടിലും എനിക്ക് കുറച്ചും കൂടെ വേവിങ് ആണ് ഇഷ്ടപ്പെട്ടത്. ഭയങ്കര നാച്ചുറലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എൻ്റെ ഹെയർ. പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് സിന്ദൂരം ഇട്ട് കൊടുക്കാം. കമ്മൽ. ഈ ഒരു ഇയറിങ്സ് ഈ ഒരു ഔട്ട്ഫിറ്റിന് ഭയങ്കര മാച്ചായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഭയങ്കര ഒരു എന്താ പറയുക, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ കാണുമല്ലോ ചീപ്പ് എക്സ്പെൻസീവ്, അതുപോലെ ഭയങ്കര എക്സ്പെൻസീവ് ലുക്ക് തോന്നി. ഞാൻ പിന്നെ ആ ബ്രേസ്ലെറ്റ് മാറ്റിയിട്ട് ഈ വാച്ച് ഇട്ടു. ഓക്കെ, അങ്ങനെ ഫുൾ ഇതാ റെഡി ആയിട്ടുണ്ട്. ഞാൻ പൊട്ട് ഇടണ്ട എന്ന് വിചാരിച്ചു. പൊട്ടിടാതെ കൊള്ളാം, ചിലപ്പോൾ ഇനി ഇടുമ്പോൾ ഇനി ലുക്ക് മാറിയാലോ എന്ന് വിചാരിച്ച് ഞാൻ പൊട്ടിട്ടില്ല. പക്ഷേ റിയലി ലവ് ടു മൈ ഹെയർ. ഞാൻ അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇതാണ് ഇതാ ഫൈനൽ ലുക്ക്. ഈ ഓർഗാൻസ ആയതുകൊണ്ട് തന്നെ ഷോൾ ഇച്ചിരി നമ്മളിങ്ങനെ വൺ പ്ലീറ്റ് ഒക്കെ ഇട്ട് ഇച്ചിരി അടിപൊളിയായിട്ട് നടക്കേണ്ടി വരും. കൊള്ളാം, എനിക്കും ഇഷ്ടപ്പെട്ടു. ഫുള്ള് കാണാൻ പറ്റുന്നില്ല, വെയിറ്റ്. ഇന്ന് ഞാൻ കറക്റ്റ് സമയത്ത് ഇറങ്ങി, അതുകൊണ്ട് വലിയ ചീത്തകളൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ ഞാൻ റെഡിയായിട്ട് ഇരുന്നപ്പോഴാണ് കുഞ്ഞമ്മ വന്നത്. കുഞ്ഞമ്മ ഒട്ടും ഒരുങ്ങാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്ത്. അതുകൊണ്ട് ഞാൻ പിടിച്ചൊന്ന് ഒരു ചെറിയ മേക്കപ്പ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ അമ്മേനെ ഇതിന് കിട്ടൂല കേട്ടോ. അമ്മേനെ നമ്മൾ ഒരുക്കാമെന്ന് വിചാരിച്ചാലും അമ്മ ഓടിക്കും. അമ്മയ്ക്ക് അങ്ങനെ ഒരുങ്ങുന്നതോ ഒന്ന് പൂ വയ്ക്കാൻ പറഞ്ഞാൽ പോലും അമ്മ വെക്കാറില്ല. അതുകൊണ്ട് എൻ്റെ കരവരുതകളെല്ലാം ഞാൻ ചെയ്യുന്നത് കുഞ്ഞമ്മയുടെ അടുത്താണ്. കുഞ്ഞമ്മ നല്ല വൈബാണ്. നമ്മൾ പറയുന്ന പോലെ നമ്മൾ കൊടുക്കുന്ന കമ്മലും ഒക്കെ ഇട്ടോളും. അങ്ങനെ വലിയ പ്രശ്നക്കാരിയൊന്നുമില്ല. അമ്മ പക്ഷേ അമ്മയ്ക്ക് ജിമിക്കി ഇടുന്നതോ അങ്ങനെയൊന്നും ഇഷ്ടമല്ല. അങ്ങനെ ഞാൻ ഇന്ന് എൻ്റെ മേക്കപ്പിലുള്ള എല്ലാ കഴിവും കരവിരുതും കുഞ്ഞമ്മയിൽ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ മേക്കപ്പ് പകുതി ആയിക്കൊണ്ടിരുന്നപ്പോൾ അമ്മ വന്നു. അമ്മ എനിക്ക് പുട്ട് തരാൻ വന്നതാണ്. ഇന്ന് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലക്കറിയായിരുന്നു. അമ്മയ്ക്ക് പൊതുവേ അമ്മയുടെ വീഡിയോ ഒന്നും എടുക്കുന്നത് വലിയ താല്പര്യമുള്ള ഒരാളല്ല. കണ്ണെല്ലാം ഒരുവിധം എഴുതി സെറ്റാക്കി ഞാൻ ജ്വല്ലറിയിലേക്ക് കടന്നു. ഈ ജ്വല്ലറി ഞാൻ ഈയിടെ നമ്മൾ ഒരു വ്ലോഗ് ചെയ്തില്ലായിരുന്നു, ഡോട്ട്സ് എന്ന് പറയുന്ന ആ ഒരു ഇൻസ്റ്റഗ്രാം പേജ്, അവരുടെ തന്നെ മാലയാണ്. അങ്ങനെ ഞാൻ ആ കമ്മലൊക്കെ ഇട്ട് മാലയൊക്കെ ഇട്ട് സുന്ദരിയാക്കിയിട്ടുണ്ട് കുഞ്ഞമ്മേനെ. എങ്ങനെയുണ്ട്? ഈ താഴെ ചെല്ലുമ്പോൾ അമ്മ എന്നെ ചീത്ത വിളിക്കാതിരുന്നാൽ മതിയായിരുന്നു. ഞങ്ങളെല്ലാവരും ഒന്നിച്ച് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഈ കുഞ്ഞാവയ്ക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ. അത് മുഖത്തറിയാനുണ്ട്. പിന്നെ ഇച്ചിരി ജാടയും വിഷമമൊക്കെ കാണിക്കും. അങ്ങനെ റൂബിക്കുട്ടിയുടെ ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങൾ മൂന്നുപേരും എന്താ ഡോറൊക്കെ ലോക്ക് ചെയ്ത് ഇറങ്ങി. അമ്മയാണ് കേട്ടോ ഡ്രൈവ് ചെയ്യുന്നത്. പൊതുവേ ഞങ്ങൾ മൂന്നുപേരും പോകുമ്പോൾ അമ്മ അങ്ങനെ ഞങ്ങൾക്ക് വണ്ടി തരാറില്ല. അപ്പോൾ ടാറ്റ. അവിടെ ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോകാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഈ സദ്യ കണ്ടപ്പം കുറച്ച് നിങ്ങൾക്ക് കൂടെ തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ എന്നാ വിഭവസമൃദ്ധമായ സദ്യ നിങ്ങൾക്കും കൂടെ തരാം. കേസരിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ടാറ്റ.